16ഓളം പരാതികളുണ്ടായിരുന്നു. വിശിഷ്യ സ്ത്രീകളുടെ അടക്കം 16ഓളം പരാതിയുണ്ട്. ഈ പരാതിയിലൊന്നും പോലീസ് കേസെടുത്തില്ല. മനഃപൂർവ്വം ഒരു മുസ്ലിം നാമധാരിയായ SDPI നേതാവിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കേരളീയ സമൂഹത്തിൽ സംഘി വേഴ്സസ് സുഡാപ്പി എന്ന് വന്നാൽ സംഘികൾക്കും സുഡാപ്പികൾക്കും ഗുണമേ ഉള്ളൂ, കേരളത്തിന് മാത്രമാണ് നഷ്ടം. അത് മനഃപൂർവ്വം മുസ്ലിം നാമധാരിയായ ഒരു SDPI നേതാവിന്റെ പരാതിയിൽ തീവ്ര ഹിന്ദുത്വവാദിയായ TG മോഹൻദാസിനെതിരെ കേസെടുത്തത് മനഃപൂർവ്വം 2 തീവ്ര സ്വരക്കാരെയും സഹായിക്കാനാണ്. കാര്യം SDPI വേഴ്സസ് RSS, തീവ്ര സംഘി വേഴ്സസ് തീവ്ര സുഡാപ്പി എന്നുള്ളത് 2 വിഭാഗത്തിലെയും തീവ്ര സ്വരക്കാർക്ക് ഗുണമേ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ വാർത്തയായിരുന്നു TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞ് വലിയ ആഘോഷത്തോടെ ആ ഒരു വാർത്തകൾ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് വന്ന വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. അങ്ങേയറ്റം വിഷമിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്ത്രീ പരാമർശം, കൊല്ലുക, വധിക്കുക എന്നുള്ള ഒരു വിരുദ്ധ പരാമർശം നടത്തിയതിനാണ് അദ്ദേഹത്തിനെതിരെ പരാതി എടുത്തിട്ടുള്ളത്. ഈ പരാതി എടുക്കുന്നതും 11 ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ പെട്ടെന്നൊരു ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അത് എത്രത്തോളമാണ് അതിനെ നോക്കിക്കാണുന്നത്? ഏതെങ്കിലും തരത്തില് രാഹുൽ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ പറഞ്ഞിരുന്നു ഒരു പക്ഷേ പോലീസിന്റെ ഒരു ഒത്തുകളി ഉണ്ടാകാം, ഒരു സംശയം മാത്രമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ എടുക്കാവൂ. 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 71 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് 2 ആഴ്ച ജയിലിലിടണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ പോലീസുകാർ ഈ വിഷയത്തിൽ ഒത്തുകളിച്ചോന്ന് വ്യാപകമായി സംശയമുണ്ടാകാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, 16ഓളം പരാതികളുണ്ടായിരുന്നു. വിശിഷ്യ സ്ത്രീകളുടെ അടക്കം 16ഓളം പരാതിയുണ്ട്. ഈ പരാതിയിലൊന്നും പോലീസ് കേസെടുത്തില്ല. മനഃപൂർവ്വം ഒരു മുസ്ലിം നാമധാരിയായ SDPI നേതാവിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഇത് യഥാർത്ഥത്തിൽ സംഘികൾക്കും സുഡാപ്പികൾക്കും ഒരേപോലെ ഗുണം ചെയ്യാനാണ്. അതായത് കേരളീയ സമൂഹത്തിൽ സംഘി വേഴ്സസ് സുഡാപ്പി എന്ന് വന്നാൽ സംഘികൾക്കും സുഡാപ്പികൾക്കും ഗുണമേ ഉള്ളൂ, കേരളത്തിന് മാത്രമാണ് നഷ്ടം. കേരളത്തിന്റെ പൊതുസമൂഹത്തിനും മതസൗഹാർദ്ദത്തിനും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മാത്രമാണ് നഷ്ടം. യഥാർത്ഥത്തിൽ സംഘികൾക്കും സുഡാപ്പികൾക്കും അത് വലിയ ലാഭമാണ്. കാരണം ഒരു വശത്ത് തീവ്ര ഹിന്ദുത്വവാദികളും മറുവശത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഊർജം സംഭരിക്കാൻ, റെലവൻസ് സംഭരിക്കാൻ ഉള്ള ഏറ്റവും നല്ല വഴിയാണ്. പോലീസുകാർ എന്താ അയാളുടെ ഒരു അബ്ദുൾ എന്ന് പറഞ്ഞ ആളുടെ പരാതി മാത്രം ഇതെടുത്തത്? വേറെ സ്ത്രീകൾ പരാതി കൊടുത്തില്ലേ? ജിസ്മോനല്ലേ ആദ്യം പരാതി കൊടുത്തത്? മാധ്യമവാർത്തകൾ പ്രകാരം AIYF-ന്റെയും നമ്മുടെ CPI-യുടെയും ഒക്കെ നേതാവായ ജിസ്മോനാണ് പരാതി കൊടുത്തത്. DYFI-ക്കാർ പരാതി കൊടുത്തു. ആ പരാതി ഒന്നും എടുക്കാതെ മനഃപൂർവ്വം ഒരു അബ്ദുളിന്റെ, അതൊരു പുരുഷന്റെ പരാതിയിൽ സ്ത്രീകളും വരെ പരാതി കൊടുത്തു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്താ പരാതി എടുത്തത്? അപ്പം ദുർബലമായൊരു പരാതി വേണം. ദുർബലമായൊരു പരാതിയുടെ മേളിൽ ഒരു ഹിന്ദു മുസ്ലിം ആംഗിൾ ഉണ്ടാകണം. ഒരേ നിമിഷം തന്നെ സുഡാപ്പികൾക്കും ഒരേ നിമിഷം തന്നെ സംഘികൾക്കും, 2 വാക്ക് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് യൂസ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഒരേ നിമിഷം SDPI-ക്കാർക്കും RSS-കാർക്കും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും ഈ തീവ്ര RSS-ലെ തന്നെ ഒരു തീവ്ര ഹിന്ദുത്വവാദ സെക്ഷനും ഗുണം ചെയ്യണം. RSS-കാർ ഈ നിലപാടിനെ ഔദ്യോഗികമായി തള്ളി പറഞ്ഞതാണ്, ഇത് ശരിയല്ലെന്ന് പറഞ്ഞതാണ്. പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്, കൂട്ട ബലാത്സംഗം ചെയ്താൽ പ്രശ്നമില്ല, ഞാനാണ് അധികാരിയെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന് ജനറൽ ഡയർ, ജലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല ചെയ്ത ജനറൽ ഡയറിന്റെ ഭാഷയിൽ മോഹൻദാസ് ജി സംസാരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് ആർജവത്തോടെ പറയാനും അതിന് വേണ്ട നിയമ നടപടികൾ ഉണ്ടാകാനും വേണം. രേഷ്മ ശരിയായി സൂചിപ്പിച്ചതുപോലെ ആദ്യ ദിവസം പരാതി വന്നു, നമ്മൾ ഇന്ന് അറസ്റ്റ് പ്രതീക്ഷിച്ചു, നാളെ അറസ്റ്റ് പ്രതീക്ഷിച്ചു, അതിൻ്റെ അടുത്ത ദിവസം അറസ്റ്റ് പ്രതീക്ഷിച്ചു. പക്ഷേ 11 ദിവസത്തോളം അത് മനഃപൂർവ്വം താമസിച്ചു. എന്നിട്ട് അർജുൻ ആയങ്കിയുടെ അറസ്റ്റുമായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇതിന്റെ പ്രശ്നമേ ഇത് തെറ്റായൊരു പ്രവണതയാണ്. ഇത് ശരിയല്ല എന്ന് തുറന്നു പറയാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകണം. ഇനി 2, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മന്ത്രി അദ്ദേഹം പറയുകയുണ്ടായി, ഞാനാണോ പോലീസുകാരോട് അറസ്റ്റ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ പോലീസുകാരല്ലേ തീരുമാനിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല. അതായത് സാധാരണ കേസിൽ പോലീസുകാരാണ് അറസ്റ്റ് തീരുമാനിക്കുന്നത്. പൊളിറ്റിക്കലി സെൻസിറ്റീവായ കേസിൽ ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ആണ് തീരുമാനം എടുക്കുന്നത്. അതാണ് ഇതിന്റെ വസ്തുത. നമ്മൾ മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടിയാണ്. പക്ഷേ ഒരു കാരണവശാലും പോലീസിന്റെ ഒരു ആക്ഷൻ ന്യായീകരിക്കാൻ കഴിയില്ല. അത് മനഃപൂർവ്വം മുസ്ലിം നാമധാരിയായ ഒരു SDPI നേതാവിന്റെ പരാതിയിൽ തീവ്ര ഹിന്ദുത്വവാദിയായ TG മോഹൻദാസിനെതിരെ കേസെടുത്തത് മനഃപൂർവ്വം 2 തീവ്ര സ്വരക്കാരെയും സഹായിക്കാനാണ്. കാര്യം SDPI വേഴ്സസ് RSS, തീവ്ര സംഘി വേഴ്സസ് തീവ്ര സുഡാപ്പി എന്നുള്ളത് 2 വിഭാഗത്തിലെയും തീവ്ര സ്വരക്കാർക്ക് ഗുണമേ ചെയ്യൂ. അപ്പൊ ഈ 11 ദിവസമായിട്ട് കേസെടുക്കാതെ ഇപ്പോൾ കേസെടുത്തു. ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മളെ പോലുള്ള ആളുകൾ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ എന്ത് നീതിയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്? എല്ലാം രാഷ്ട്രീയവൽക്കരിക്കാനാണെങ്കിൽ പിന്നെ നമുക്ക് ഈ കേസും കോർട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയ
അല്ല, രേഷ്മ സത്യസന്ധമായി അറിഞ്ഞിരിക്കണം. കാര്യം എന്താ അറിയാമോ? അതായത് ഈ ഡിസിഷൻസ് എല്ലാം പൊളിറ്റിക്കലാണ്. അത് പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട്, പക്ഷെ അതാണ് സത്യം. അതായത് ഇപ്പം സാധാരണ ഏതെങ്കിലും ഒരു പോക്കറ്റിക്കാരനെ എടുത്തുകൊണ്ട് പോയാൽ മന്ത്രിമാർ ഇടപെടുമെന്നൊന്നും അല്ല അതിനർത്ഥം. അങ്ങനെയല്ല. ഏതെങ്കിലും രീതിയിൽ പൊളിറ്റിക്കൽ റെലവൻസ് ഉള്ള പൊളിറ്റിക്കൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തീരുമാനം. ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്തു, 16 ദിവസത്തോളം ജയിലിലിട്ടു. അത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ തീരുമാനമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുത്ത തീരുമാനമാണ്. എന്നിട്ട് എന്നോട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളായ പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞ്, അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിനക്ക് ജാമ്യം കിട്ടും. ഇത് പോലീസുകാർക്കും അറിയാവുന്നതാണ്. ഈ താഴെ കിടക്കുന്ന പോലീസുകാർ വെറും കൈയാണ്. അതായത് ഇതിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പാണ്. ആ പോലീസ് വകുപ്പ് പറയുന്നത് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ഈ പോലീസുകാർ. പോലീസുകാർക്ക് അങ്ങനെ സ്വതന്ത്ര ചിന്തയോ സ്വതന്ത്ര ബുദ്ധിയോ ഒന്നുമില്ല. അങ്ങനെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ബുദ്ധിയുണ്ട്, അവർക്ക് ഫ്രീ ഇന്റലിജൻസ് അല്ല ഉള്ളത്. അവര് ഒരു ഉത്തരവനുസരിക്കുന്ന ഫോഴ്സ് മാത്രമാണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അല്ല, ലോകത്തെല്ലായിടത്തെയും പോലീസ് അങ്ങനെയാണ്. അതായത് പോലീസുകാർക്ക് സ്വന്തമായിട്ട് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഇത് വിശാല അർത്ഥത്തിൽ രണ്ട് ഭാഗത്തെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ ഓക്കെ. പക്ഷേ അതിനപ്പുറം ഈ രണ്ട് തീവ്രതയും അകറ്റി നിർത്തി ഒരു മധ്യഭാഗമുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഇടതുപക്ഷക്കാരനെയും വലതുപക്ഷക്കാരനെയും ഒക്കെ കൊണ്ടുപോകാണ് വേണ്ടത്. അല്ലാതെ ഈ തീവ്രതയെ പരിരാളിക്കുകയല്ല. അതാണ് അതിന്റെ സത്യം. ഇപ്പൊ ടി ജി മോഹൻദാസും അർജുൻ അയങ്കിയും നോക്കുകയാണെങ്കിൽ അർജുൻ അയങ്കിയാണ് ആദ്യമേ ഈ ഒരു പ്രശ്നത്തിൽ അറസ്റ്റ് ചെയ്യണം, പോലീസ് ഊർജിതമാക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയത്. പക്ഷെ അതിന് എത്രയോ ദിവസം മുമ്പാണ് ഈ ടി ജി മോഹൻദാസ് ഈ ഒരു പരാമർശം നടത്തിയതും. എന്നിട്ടും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകളിൽ വീഡിയോ ഇടുകയും യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പം രാഹുൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രായപരിധി അനുസരിച്ച് ജയിലിൽ കടക്കണമെന്നല്ല, പക്ഷേ നമ്മൾ നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധം നടക്കുമ്പോൾ അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആ പ്രതിഷേധം നടത്തിയത്. അവർക്കത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു രീതിയിലേക്ക് പോയി. അതായത് വീണ്ടും പ്രതിഷേധത്തിനൊന്നും ഇറങ്ങിയില്ല. അവരെന്താണോ പറയുന്നത് അവിടുത്തെ കേന്ദ്ര സർക്കാരുമായിട്ട് അനുയോജിച്ചു പോയി. അവിടുന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോഴത്തേക്കും അവർക്ക് അവരുടെ ആവശ്യം നിറവേറ്റിയത് കൊണ്ട് തന്നെ പിന്നീട് പ്രശ്നങ്ങൾക്ക് അവർ നിന്നില്ല. പക്ഷെ ഇവിടെ ഈ പറയുന്ന ടി ജി മോഹൻദാസ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു വലിയൊരു പരാമർശമാണ്. ഇപ്പൊ എന്നെയൊക്കെ തന്നെ ഒരുപാട് ബാധിക്കുന്ന രീതിയിലാണ് ആ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഈ 11 ദിവസം അദ്ദേഹത്തെ ഈ പിടിക്കാനോ അദ്ദേഹത്തിനൊരു നടപടി എടുക്കാനോ മുതിരാതിരുന്നത് ഇപ്പൊ രാഹുൽ പറയുന്ന ഈ ചില ആളുകൾക്ക്, അല്ലെങ്കിൽ തീവ്ര ഈ സുഡാപ്പികൾ എന്നും അങ്ങ് വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയം അങ്ങനെ തന്നെ ആ ഒരു കാര്യവുമായിട്ട് ഒത്തുചേർക്കുന്ന ആളുകളാണ്. അപ്പം ഈ അർജുൻ അയങ്കിയെ പിടികൂടാൻ കാണിച്ച ഊർജം എന്തുകൊണ്ടാണ് ഇതിലേക്ക് വരാതിരുന്നത് എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇപ്പൊ രാഹുൽ പറഞ്ഞ കാര്യം തന്നെയാണോ, അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കുറച്ചുണ്ട്. പക്ഷെ രണ്ട് കാര്യങ്ങളുണ്ട്. അർജുൻ ആയങ്കിയുടെ കേസിന്റെ ഗ്രാവിറ്റിയും ടി ജി മോഹൻദാസിന്റെ കേസിന്റെ ഗ്രാവിറ്റിയും വേറെയാണ്. അർജുൻ ആയങ്കിക്ക് കുറെയൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും സ്വർണ്ണക്കടത്തുണ്ടെന്നും ബാക്കി കാര്യങ്ങളുണ്ടെന്നും ഒക്കെ പറയുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ടി വി വരുന്ന ആരോപണങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്. ആ കേസിനെ കുറിച്ച് ആഴ്ത്തി പഠിച്ചിട്ടില്ല. മാത്രമല്ല അർജുൻ ആയങ്കി പോലീസിനെ നിരന്തരമായി വെല്ലുവിളിക്കുകയും ചെയ്തു. അപ്പം ഗ്രാവിറ്റി കൂടുതലുള്ള ക്രൈം ഏതാന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, അർജുൻ ആയങ്കിയുടെ ക്രൈം തന്നെയാണ് ടി ജി മോഹൻദാസിനെ കാട്ടി. ടി ജി മോഹൻദാസിന്റെ ഹെയ്റ്റ് സ്പീച്ച് എന്ന ഗണത്തിൽ വരുന്നതാണ്. പക്ഷെ അർജുൻ ആയങ്കി ആക്റ്റീവായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോകുന്ന ആളാണെന്ന് പറയപ്പെടുന്നു. CPM വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന ആളാണെന്ന് പറയപ്പെടുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗ്രാവിറ്റി കൂടുതൽ അർജുൻ ആയങ്കിയാണ്. പക്ഷേ സമൂഹത്തിൽ കൂടുതൽ വിഷലിപ്തമാക്കുന്ന പ്രസ്താവനകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ടി ജി മോഹൻദാസിനെയാണ്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യും, കൂട്ടബലാത്സംഗം ചെയ്യപ്പെടും, അവർക്ക് പരാതി ഉണ്ടാവില്ല, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുന്ന തികഞ്ഞ ആഭാസപരമായ നമ്മുടെ പെൺകുട്ടികളെ, പ്രൊട്ടസ്റ്റേഴ്സിനെ ഒക്കെ ഡീമീൻ ചെയ്യുന്ന, ഡെനിഗ്രേറ്റ് ചെയ്യുന്ന, ഇന്ത്യയിലെ പോരാടുന്ന ആ നമ്മുടെ ആൾക്കാരെ അങ്ങനെ വെടിവെച്ചു കൊള്ളണം, നമ്മുടെ യുവജനതയെ വെടിവെച്ചു കൊള്ളണം എന്ന് പറയുന്നതിനൊന്നും യാതൊരു ന്യായീകരണവുമില്ല. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണമായിരുന്നു. ഉദാഹരണം, ഇന്ന് ലഭ്യമായ ചില മീഡിയയിൽ കണ്ടതാണ്, മറ്റേ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല. 2 പരാമർശങ്ങളിലെ ഒരു പരാമർശമുള്ള വീഡിയോ റിമൂവ് ചെയ്തു, മറ്റേ പരാമർശമുള്ള വീഡിയോ ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം മെല്ലെ പോക്കാണ്. ഇതൊക്കെ ചെയ്യാൻ 1-2 ദിവസം മതി. 11 ദിവസമായിട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ രീതിയിൽ ശക്തമായ നടപടിയും നിലപാടും വേണ്ട രീതിയിൽ വന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യവശാൽ ഒരു സത്യമാണ്. രാഹുൽ, അതുപോലെ തന്നെ RSSന്റെ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ട് മോഹൻ ഭഗവത് പറഞ്ഞിരുന്നു,
മാത്രമല്ല അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഈ LGBTQ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ മുക്ത ഭാരതം എന്നുള്ള ഒരു കാര്യമില്ല, പ്രതിപക്ഷം വേണം എന്നൊക്കെ RSSലെ മേധാവികൾ പറയുമ്പോൾ ഇത്തരം അണികൾ, അതിനകത്തെ ചെറിയ ചെറിയ നേതാക്കൾ ഇങ്ങനെ വിദ്വേഷം പരാമർശം നടത്തുന്നത് അവർക്കിടയിലും വലിയൊരു വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ തീവ്രമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് രാജ്യത്തെ മൊത്തത്തിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്തരം ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നതനുസരിച്ച് നാളെ എന്നെ പോലുള്ള സ്ത്രീകൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇവര് എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്? ഒരു സ്ലീവ്ലെസ് ഇട്ടതിന്റെ പേരിലാണ് ഇത്തരം പരാമർശം നടക്കുന്നത് എങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ കൂടി വരുമ്പം അത് നമുക്കൊരു ഭയപ്പെടുത്തുന്ന കാര്യമല്ലേ? അല്ലെങ്കിൽ ഒരു നിയമം, അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ അനുസരിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് എതിരെ ഒരു നടപടി ഉണ്ടാകണമായിരുന്നു. ഇപ്പോഴാണെങ്കിലും അദ്ദേഹത്തെ ഉപാധികളോടെയാണ് വിട്ടത്. പക്ഷെ ഒരു മാതൃകാപരമായിട്ടുള്ള നീക്കങ്ങൾ നടക്കാത്തതെല്ലാം ഇതിന്റെ ഒരു കാര്യം കൊണ്ടായിരിക്കാം, അല്ലെ? ആയിരിക്കാം. രണ്ട് കോടതിയാണ്, ഒരു ശിക്ഷ പോലത്തുള്ള കാര്യങ്ങളല്ല. ഇത്തരം കാര്യങ്ങളിൽ മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത്തരം പൊളിറ്റിക്കലി ലോഡഡ് വിഷയങ്ങളിൽ മെസ്സേജ് കൊടുക്കുക, ആ മെസ്സേജ് കൊടുക്കുന്നതാണ് അതിന്റെ രീതി. ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് ആൾക്കാർ കാഴ്ചപ്പാട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ പിണറായി വിജയൻ ഒരു മെസ്സേജ് കൊടുക്കാനാണ്, അല്ലെങ്കിൽ അവരുടെ ബേസിന് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ മെസ്സേജ് തെറ്റാണ്, അത് വേറെ. പക്ഷെ മെസ്സേജ് കൊടുക്കുക എന്ന കാര്യമാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ മെസ്സേജിങ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ തികച്ചും ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ യുവജനതയെ അധിക്ഷേപിക്കുകയും മറ്റും ചെയ്യുന്നതിനോട് യോജിപ്പില്ല. അവിടെയാണ് നമ്മൾ ഈ നല്ല സ്വരങ്ങൾ ആര് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാറുള്ളത്. മോഹൻ ഭഗവത്ജിയുടെ നല്ല സ്വരമായിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി, കണ്ണടച്ച് എന്നോട് ആരെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയും ജൻസിയുടെ കൂടെ നിൽക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അതിനപ്പുറം അദ്ദേഹത്തിന്റെ സ്റ്റേച്ചർ നിൽക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റൂലല്ലോ. രണ്ട് ഭാഗത്ത് വളരെ ബാലൻസ് ചെയ്ത് പുള്ളി പറഞ്ഞു. രണ്ട് ഭാഗത്തും റിപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നുണ്ട്, വയലൻസ് ഉണ്ടെന്ന് കേട്ടു, പോലീസുകാർ അതിക്രമം ചെയ്തു എന്ന് കേട്ടു, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആങ് ബൻകർക്കർ അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ജൻസിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. അതിന്റെ സ്വരം കറക്റ്റാണ്. ആ സ്വരം കറക്റ്റ് ആകുക എന്നുള്ള പ്രധാനമാണ്. പ്രധാനമന്ത്രി പോലും വളരെ സ്വരം കറക്റ്റാണ്. 3-4 വീഡിയോ ഈ വിഷയത്തിൽ ചെയ്യുകയുണ്ടായി. ഇതാണ് ഡെമോക്രസി. എൻഗേജ് ചെയ്യുക. പ്രധാനമന്ത്രിക്ക് പറയുന്ന എല്ലാ ആവശ്യങ്ങളോട് യോജിപ്പെടുന്നതാണ് ഒന്നുമല്ല, പകരം പോസിറ്റീവായി എൻഗേജ് ചെയ്യുക. അവിടെയാണ് സർസംഘ് ചാലക് പറഞ്ഞൊരു വാക്ക് വളരെ പ്രസക്തമാകുന്നത്. പ്രൊട്ടസ്റ്റ് പോലും ഒരു സംഭാഷണമാണ്. ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരു സംഭാഷണമാണ്. പക്ഷേ അവിടെയാണ് ഇത് വളരെ രേഷ്മയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. സംഘവും സംഘികളും രണ്ടാണ്. അത് കൗതുകമുള്ളൊരു വ്യത്യാസമാണ്. അതായത് സംഘം എന്ന് പറയുന്ന RSS ഒരു സംഘടനയാണ്. പക്ഷേ സംഘി എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന തീവ്ര സംഘികൾ അവർ ഈ എക്സ്ട്രീം റൈറ്റ് വിങ് ആണ്, ഗോഡ്സേവാദികളാണ്. അപ്പോൾ ഈ സംഘം പലപ്പോഴും ഉത്തരവാദിത്തമുള്ള നിലപാടെടുക്കാറുണ്ട്. എന്നാൽ തീവ്ര സംഖ്യകളാണ് പലപ്പോഴും കുളത്തിൽ വിഷം കലക്കാൻ ശ്രമിക്കുന്നതും കുളം കലക്കാൻ ശ്രമിക്കുന്നതും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതും. ഉദാഹരണം മോഹൻ ഭഗവത്ജിയുടെ ഏറ്റവും നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്, കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തരരുത് എന്ന്. അത് വളരെ പോസിറ്റീവാണ്. അതിന് നമ്മുടെ നാട്ടിലെ സംഖ്യകൾ എങ്ങനെയാണ് ന്യായീകരിച്ചെന്നറിയോ? കേട്ടാച്ചിരിക്കും. കാണുന്ന എല്ലാ മുസ്ലിം പള്ളികളുടെയും താഴെ ശിവലിംഗം തരേണ്ട കാര്യമില്ല, കാര്യം ഓൾറെഡി അവിടെ ശിവലിംഗം ഉണ്ടെന്ന്. അങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഈ എക്സ്ട്രീം റൈറ്റ് വിങ് അഥവാ ഗോഡ്സേ വാദം എന്നാണ് ഇതിനെ പറയുക. ഈ ഗോഡ്സേ വാദത്തിലേക്ക് RSS പോകാതിരിക്കാൻ സംഘടനാപരമായി RSS ചിലപ്പോഴെങ്കിലും ശ്രമിക്കാറുണ്ട്, പലപ്പോഴും വിജയിക്കാറുണ്ട്. പക്ഷേ ഈ തീവ്ര സംഖ്യകൾ ഈ ഗോഡ്സേ വാദ ലൈനാണ് എടുക്കുന്നത്. അവിടെയാണ് ഇത് റൈറ്റ് വിങ്ങിലെ വ്യത്യാസങ്ങളാണ്. ഞാൻ പെട്ടെന്ന് നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലെഫ്റ്റ് വിങ് വെച്ച് പറയാം. അതായത് ഇടതുപക്ഷത്ത് CPI ഉണ്ട്, CPM ഉണ്ട്. അതേപോലെ CPI ML പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. ഇനിയും CPI MLൽ തന്നെ ആംഡ് റെവല്യൂഷൻ, സായുധ വിപ്ലവം വേണം എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഇതൊരു സ്പെക്ട്രമാണ്. മധ്യ ഇടതുണ്ട്, ഇടതുപക്ഷമുണ്ട്, ഇടതുപക്ഷത്തിൽ തന്നെ ഡൈവേഴ്സിറ്റി ഉണ്ട്, അതിൽ തീവ്ര ഇടതുപക്ഷമുണ്ട്, തീവ്ര ഇടതുപക്ഷത്തിൽ സായുധ വിപ്ലവം വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ തീവ്ര ഇടതുപക്ഷത്തെ കുറിച്ചാണ് നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുന്നത് വിപ്ലവ വായാടികൾ എന്ന്. അതായത് നടക്കാൻ കഴിയാത്ത കാര്യം ചുമ്മാ വിപ്ലവ വായാടികൾ എന്ന് പറയുന്നു. ഈ തീവ്ര ഇടതുപക്ഷമാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് കീഴടങ്ങി, മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങി എന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇവര് മുഖ്യധാരയിലേക്ക് വന്നാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഈ തീവ്ര ഇടതുപക്ഷം നമുക്ക് വേണ്ട, അതേപോലെ തീവ്ര വലതുപക്ഷവും അത് തന്നെയാണ്. ഒരു സൈഡിൽ അർബൻ നക്സലുകളാണെങ്കിൽ മറു സൈഡിൽ അർബൻ നാസികളാണ്. ഒരു സൈഡിൽ തീവ്ര ഇടത് അർബൻ നക്സലാണ്, അല്ലെങ്കിൽ അർബൻ സിറ്റി സ്പേസിലാണെങ്കിൽ അർബൻ നക്സൽ ആണെങ്കിൽ മറു സൈഡിൽ അർബൻ നാസിയാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേണ്ട. നമുക്കൊരു മധ്യം വേണം. ഒരു സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും വേണം, മധ്യ ഇടതും മധ്യ വലതും വേണം, അതോടൊപ്പം ഒരു മധ്യം വേണം. സംവെയർ റെസ്പോൺസിബിളായി എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനൊരു സ്പേസ് വേണം. ഓവർടൺ വിൻഡോ എന്നാണ് ഇതിനെ പറയുക. അത് വളരെ സീരിയസ് ആയി അക്കാഡമിക്കലി പഠിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നതാണ്. ഓവർടൺ വിൻഡോ സെർച്ച് ചെയ്താൽ കിട്ടും ഗൂഗിളിൽ. ഓവർടൺ വിൻഡോ എന്ന് പറഞ്ഞാൽ പബ്ലിക് പോളിസി പൊസിഷൻസിന്റെ ഒരു വിൻഡോ ആണ്.
അപ്പോൾ ഇത് തീവ്ര ഇടതും തീവ്ര വലതും വേണ്ട. ഇപ്പോൾ ടി ജി മോഹൻദാസ് പറഞ്ഞത് തീവ്ര വലതാണ്. അത്തരം കാര്യങ്ങളെ തെള്ളിക്കളയാൻ നമുക്കാകണം. രാഹുൽ, അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ തീവ്രപരമായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ഒരു ചെറിയ ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വലിയ പദ്ധതികൾ നിലവിലില്ലെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ട് പോവുകയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ ഇവർക്കുണ്ടാകുന്ന നേട്ടം എന്തായിരിക്കും? ഒരു പക്ഷേ അത് ലാഭവും നഷ്ടവും അല്ല, അത് വളരെ സങ്കീർണമായ ഒരു സാധനമാണ്. എന്നാലും ഞാൻ പെട്ടെന്ന് ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ പറയാം. അത് ഒന്ന്, ടി ജി മോഹൻദാസ് എന്ന് പറയുന്നത് BJPയുടെ ഇന്റലക്ച്വൽ സെൽ ഹെഡായിരുന്നു. RSSനോട് ബന്ധപ്പെട്ട, ശരിക്കും പുള്ളി RSS ആണ്, RSSനെക്കാട്ടി കൂടുതൽ സുബ്രഹ്മണ്യ സ്വാമിയോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഇനിയും രേഷ്മയ്ക്ക് കൗതുകമുള്ളൊരു സാധനം കൂടെ പറയാം. ശബരിമല യുവതീ പ്രവേശനത്തിനടക്കം പുള്ളി ശബരിമല യുവതികളെ കേട്ടണമെന്ന് വാദിക്കുന്ന ആളാണ്. അന്നല്ല ഇന്നും. ഇന്ന് കേരളത്തിൽ ശബരിമലയിൽ യുവതികളെ കേറണമെന്ന് വാദിക്കുന്ന 3-4 പേരേ ഉള്ളൂ. അതിലൊന്ന് ടി ജി മോഹൻദാസ. എല്ലാരും ഈ തീവ്ര സംഖ്യകളാണ്. ശബരിമലയിൽ യുവതികളെ കേട്ടണമെന്ന് പിണറായി വിജയനും CPM-നും പോലും അഭിപ്രായമില്ല. പക്ഷേ ഈ തീവ്ര സംഖ്യകൾക്ക് അഭിപ്രായമുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ആ വിടവിലൂടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് മുസ്ലിം ക്രിസ്ത്യൻ പേഴ്സണൽ ലോ എടുത്തു കളയണം. അതായത് യുവതികൾക്ക് വേണ്ടി ഞങ്ങൾ എന്തോ പോരാടുന്നു എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കി മുഖംമൂടി ഇട്ടതിന് ശേഷം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പേഴ്സണൽ ലോസ് എടുത്തു കളയണം. അതുവഴി മുസ്ലിം ജനസംഖ്യ കുറയ്ക്കണം. ഇതാണ് അവരുടെ അജണ്ട. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ശബരിമല യുവതികൾ കയറണം എന്നൊക്കെ പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. 2, ഈ തീവ്ര വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർ സ്ഥിരമുണ്ട്. അത് ഇസ്ലാമിസ്റ്റുകളിലുണ്ട്, ക്രിസംഗികളിലുണ്ട്, ഹിന്ദുത്വവാദികളിലുണ്ട്, തീവ്ര നിരീശ്വരവാദികളിലുണ്ട്. അവിടെയാണ് നിരീശ്വരവാദം നന്നായി ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിരീശ്വരവാദികൾ എക്സ്ട്രീം പോകുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ സനൽ എടകുമറി സാറിനെ പോലുള്ളവർ ലെജൻഡറി ആയിട്ടുള്ളവരാണ്, അവർ നിരീശ്വരവാദികളാണ്. പക്ഷെ ഫിൻലാൻഡ് ഞാൻ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും പറ്റും. എന്നാൽ പുതിയ ജനറേഷൻ നിരീശ്വരവാദികളിൽ എക്സ്ട്രീമിലേക്ക് പോവുകയും അല്ലെങ്കിൽ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുകയും സമുദായങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരുണ്ട്. യു കലാനാഥനും നമ്മുടെ സനൽ എടബർഗും പോലെ അല്ലവർ. അപ്പൊ ഓരോ സ്പെക്ട്രത്തിലും ഇങ്ങനെ തീവ്ര ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഈ തീവ്രതയിൽ അഭിരമിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ, അതുകൊണ്ട് ആ തീവ്രതയിൽ അഭിരമിക്കുന്നവർ അങ്ങനെ ആനന്ദിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറ്റുന്നത്. എല്ലാ എക്സ്ട്രീമും ബാഡാണ്. ഓർക്കുക, ഇങ്ങനെ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. എല്ലാ തീവ്രതയും നമുക്ക് എതിർക്കണം. തീവ്ര ഇസ്ലാമിനെ എതിർക്കണം, തീവ്ര ഹിന്ദുത്വം എതിർക്കണം, തീവ്ര ക്രിസംഗിത്തരം എതിർക്കണം. എല്ലാ തരം തീവ്രതയെ എതിർത്താണ് മതവിശ്വാസികളും ഈശ്വരവിശ്വാസികളുമായ മിതവാദികൾ മുമ്പോട്ട് പോകേണ്ടത്.